നല്ല കറുമുറനെ മൊരിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടോ? ഇതാണ് കൽക്കൽ. നല്ല രസമുണ്ടാവും. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു കൽക്കൽ ഉണ്ടാക്കാം. ഇത് ചിലയിടത്തിൽ കുൽക്കുൽ എന്നും പറയും. അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണാം. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ എടുക്കാൻ പോണത്. നമുക്ക് ആദ്യം ഇതിൽ 1/2 കപ്പ് റവ ഇടാം. ഇനി അതിൽ 1/2 കപ്പ് നെയ്യും ഒഴിച്ചു കൊടുക്കുക. വറുക്കാത്ത റവയാണെങ്കിൽ 1/2 കപ്പ് നെയ്യ് ഒഴിക്കുക. വറുത്ത റവയാണെങ്കിൽ 1/4 കപ്പ് നെയ്യ് ഒഴിച്ചാൽ മതി. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി വെക്കാം. റവ പച്ചയായാലും വറുത്തതായാലും കുഴപ്പമില്ല കേട്ടോ, രണ്ടും എടുക്കാം. ഇത് നമുക്കിനി ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ കുതിരാൻ വേണ്ടിയിട്ടാണ് 10 മിനിറ്റ് മാറ്റി വെച്ചത്. ഇനി ഞാനിതിലൊരു 2 കപ്പ് മൈദപ്പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കാം. ഇതേപോലെ നമ്മൾ നെയ്യ് ഒഴിച്ചത് നെയ്യ് ഫുള്ള് എല്ലായിടത്തും നല്ല ഇതേപോലെ ആവണം. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് നല്ല മൊരുമൊരുപ്പുണ്ടാവും. പിന്നെ ഈ ഒരു സ്റ്റെപ്പാണ് ഇതിന് മെയിനായിട്ട് ഈ കറുമുറിന് വേണ്ടത്. നമ്മളെ ഈ കുഴയ്ക്കൽ ഈ പരുവത്തിലാവണേ. അപ്പോഴാണ് നമ്മുടെ ഈ മൈദപ്പൊടിയുടെ റവയുടെയും നെയ്യുടെയും കുഴയ്ക്കൽ റെഡിയായിന്ന് മനസ്സിലാവാൻ ഇങ്ങനെ വേണം പറയുന്നത്. ഇനി നമുക്കിതിൽ ഒരു പൊടി ഉപ്പിടാം. ഒരു നുള്ളു ഉപ്പ് മതിയേ. ഇനി നമുക്കിതിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഇതും കൂടി ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നെയ്യ് മിസ്സായതുപോലെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിസ്സായി കുഴഞ്ഞ് വരട്ടെ. ഇനി നമുക്കിതിൽ കുറേ പാൽ ഒഴിച്ചൊഴിച്ചിട്ട് ചപ്പാത്തി കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കുക. എല്ലാം മൊത്തത്തിൽ ഒഴിക്കരുതേ. ഇതിപ്പോൾ പാൽ ഒഴിച്ച് കുഴക്കണമെന്നില്ല, തേങ്ങാപ്പാലിലും കുഴച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഒരു 10-15 മിനിറ്റ് മൂടി വെക്കാം, എന്നിട്ട് എടുക്കാം. ഇതിൽ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചത്. മാവിന് ഓരോരോ സ്ഥലങ്ങളിലുള്ള മൈദ മാവിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് അളവ് പറഞ്ഞത്. ആദ്യം അളവ് പറയാതിരുന്നത് അതുകൊണ്ടാണ്. അതിന് നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതേപോലെ കുഴച്ച് വെക്കണം. ഇത് ഒന്നുകൂടി ഒന്ന് നൈസായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഉരുള എടുത്തിട്ട് ചെറിയ ഉരുണ്ടകളാക്കി എടുക്കാം. നമുക്കിതിവിടെ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നെയ്യുള്ളത് കൊണ്ട് കയ്യിലൊന്നും ഒട്ടൂല. നമുക്ക് കുഞ്ഞേതാക്കി മുറിച്ചെടുക്കാം. നമുക്കിതിന് ഇത് ഷേപ്പാക്കി എടുക്കാം. ഇത് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇല്ലേ, ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഞാൻ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. ഇനി ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇതിങ്ങനെ ഒന്ന് ഒട്ടിക്കുക.
കണ്ടില്ലേ? ഇതേപോലെ വരും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചീർപ്പാണ്. ഇതുണ്ടാക്കണ അച്ച് കിട്ടും, അതും വാങ്ങാം. പിന്നെ ഈ സ്പൂണില്ലേ, സ്റ്റീലിൻ്റെ ഈ ഫോർക്ക് സ്പൂണ് പറയും, ആ സാധനം വാങ്ങിയിട്ട് ഇതേപോലെ എടുക്കാൻ പറ്റുമേ. ഇതിൽ വെച്ച് ഇതാക്കുമ്പോഴേ ഇത് സൈഡ് പൊട്ടുകയാണെങ്കിൽ വെള്ളം പോരാന്ന് മനസ്സിലാക്കുക. ഇച്ചിരി കൂടി പാലൊഴിച്ചിട്ട് കുഴയ്ക്കുക. ഇത് വല്ലാതെ ഇതായി പോവുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയെന്നും വിചാരിക്കുക. ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ടല്ലേ. ഇതിങ്ങനെ ഇതാക്കി കൊടുത്തില്ലെങ്കിൽ ഇളകി വരും. നമുക്കിനി ഇത് ഉണ്ടാക്കിയത് പൊരിച്ചെടുക്കാം. ചട്ടി ചൂടായ എണ്ണ ഒഴിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ചെറുതായിട്ട് വെക്കണേ, അല്ലെങ്കിൽ വേഗം കരിയുള്ളു. നമ്മളിത് എടുക്കുമ്പോൾ പോഞ്ച് പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കുക ഇത് വെന്തിട്ടില്ലേന്ന്. ഇത് കണ്ടില്ലേ ഈ മഞ്ഞ കളറ്? ഈ മഞ്ഞ കളറ് വരുമ്പോൾ 2 വർഷത്ത് മഞ്ഞ കളറാവുമ്പോൾ അത് വെന്തെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. എന്നിട്ട് അത് എടുക്കുക. എന്നിട്ട് നല്ല ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷമാണ് നല്ല മുരുമുരേന ഉണ്ടാവും. ഇതിന് നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൽക്കൽ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല കറുമുറനെ മൊരിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടോ? ഇതാണ് കൽക്കൽ. നല്ല രസമുണ്ടാവും. നമ്മുടെ കൽക്കൽ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് താമസമുണ്ട്, എന്നാലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.